Krishna Leela, Joy Alucas, world's favorite jeweler. ഇനി ഒരു ഏലിയൻ ഇങ്ങോട്ട് വന്നു, അയാളെ എത്രയും പെട്ടെന്ന് തിരിച്ചു വിടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന യൂട്യൂബ് വീഡിയോ ഏതാണ്? നിങ്ങളുടെ ഇന്റർവ്യൂ. വെൽക്കം ടു ദ ഷോ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സൂക്ഷിച്ച് പറയാ, വീണയുടെ ഇന്റർവ്യൂ ആണ്. പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. നീരജ് ഇപ്പോഴാണ് ക്രിയേറ്റിവിറ്റിയിലേക്ക് വന്നു തുടങ്ങിയത്, ഇറങ്ങി തുടങ്ങിയത്. ഇപ്പം ഇങ്ങനെ എത്തിയില്ലേ? ഇനി ഓക്കെ അല്ലേ? ഇങ്ങനത്തെ ഏലിയൻ നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കണ്ടീഷൻ എന്തായിരിക്കും? നടക്കൂലെന്ന് പറയില്ല, നമ്മുടെ സമ്മതമില്ലാതെ കല്യാണം. ഇവരുടെ സിമിലാരിറ്റി എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേർക്കും പല പല, ഇപ്പൊ അൽത്തഫേട്ടൻ ഡയറക്ട് ചെയ്യും, ആക്ട് ചെയ്യും. നീരജനും അതുപോലെ അല്ലേ, പാട്ട് പാടുണ്ടായിരുന്നു. ഒരാള് ഡയറക്റ്റ് ചെയ്യും, ആക്ട് ചെയ്യും, മറ്റേ അതുപോലെ പാട്ട് സിമിലാരിറ്റി ആണോ? സിമിലാരിറ്റി നമുക്ക് ചൂസ് ചെയ്യാം. ഡിഫറൻസ് എന്ന് പറയുന്നത് അത് തന്നെ. ഒന്നില്ല നീ മരുന്ന് കൂടുതൽ കഴിച്ചു, അല്ലെ നീ കഴിച്ചിട്ടില്ല. താക്കോലിപ്പ് എവിടെയാണ്? മരുന്ന് അവിടെ തന്നെ. അൽത്താഫിന്റെ സിനിമകളിൽ അൽത്താഫ് ഏറ്റവും ക്രിയേറ്റീവായി ചെയ്തിട്ടുള്ള ഒരു ഡാൻസ് സ്റ്റെപ്പ് ഏതാണ്? ഇപ്പൊ ഇന്നസെന്റ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പ്രൊമോ സോങ് വെച്ചു. അപ്പൊ എവിടുന്ന് മാസ്റ്ററൊക്കെ വന്നു. 30 സെക്കൻഡിൽ പുള്ളിക്ക് മനസ്സിലായി ഷൂട്ട് 5 ദിവസം പോകുന്നു. അപ്പൊ പ്രൊഡക്ഷനും എല്ലാവരുടെയും കൂട്ടായി തീരുമാനം എടുത്തു, നിങ്ങൾ കളിക്കട്ടെ. ഹർഷ കുറച്ചുകൂടി റിയാക്ട് ചെയ്യുന്ന ആക്ടറാണല്ലോ. ഇവർ എല്ലാവരും ഉള്ള സീനിൽ പുള്ളിക്കാരിക്ക് ഡയലോഗ് ഉണ്ടാവില്ല. അപ്പോൾ കൗണ്ടറിൽ അത് നമ്മളും അപ്പോൾ ശ്രദ്ധിക്കില്ല. എഡിറ്റിംഗ് ടേബിളിൽ ഒന്നിരിക്കുമ്പോൾ ഇപ്പോൾ നീരജ് ബ്രോ മാസ് ഡയലോഗ് പറയുന്ന സമയത്ത് ആ ഡയലോഗേ ഉള്ളൂ അതിൽ. അപ്പുറത്തേക്ക് ഒരാൾ ഇതിപ്പോ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇത്രയും നല്ല പെർഫോമൻസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. തീർച്ചയായിട്ടും വേണം. പക്ഷെ ആ പെർഫോമൻസും കൂടെ താന്നു പോകുന്ന പറയണേ ഈ സപ്പോർട്ട്. താഴ്ന്നു പോയില്ല ആ സീൻ. ഈ ഏലിയൻ ആക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അൽത്താഫിന്റെ മനസ്സിലൂടെ കടന്നുപോയത് എന്തൊക്കെയായിരുന്നു? ആദ്യം പേയ്മെന്റ് കടന്നുപോയി, അതിനുശേഷം എന്താണ് കടന്നുപോയത്? അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. പ്ലൂട്ടോ സിനിമ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ഡയറക്ടർ ആദിത്യൻ, അൽത്താഫ്, നീരജ് മാധവ്, ആർഷ ബൈജു ആൻഡ് സുബിൻ. വെൽക്കം ടു ദ ഷോ. ഇത് ഈ ഒരു ഗെറ്റപ്പ് ഒക്കെ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അൽത്താഫിന്റെ മനസ്സിലൂടെ എന്താ പോയത്? പ്ലൂട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഫുൾ ടൈം ചെവിയിൽ ഒരു സാധനം വെച്ചുകൊണ്ട് നടക്കണം, അതൊക്കെ പറഞ്ഞപ്പോ എന്തായിരുന്നു മനസ്സിലൂടെ പോയത്? മനസ്സിലൂടെ അത് വെച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലൂടെ പോയത്. അല്ല, ട്രയല് നമ്മളൊരു 2 ദിവസം മുമ്പ് ചെവിയൊക്കെ അന്ന് വെച്ചു തുടങ്ങിയത്. പക്ഷെ വെച്ച് കഴിയുമ്പോ ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണേ, കുറച്ച് കഴിയുമ്പോ കഴുത്തൊക്കെ വേദന എടുക്കും. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരും. ഇത് കോസ്റ്റ്യൂം നല്ല റബ്ബർ എന്ത് മെറ്റീരിയൽ, എന്തൊരു മെറ്റീരിയൽ, അത് കൈയും കാലൊക്കെ അനക്കിയൊക്കെ വരുമ്പോ സമയം എടുക്കും. നെഞ്ചത്തൊരു കമ്പ്യൂട്ടറോ എന്തോ കൊണ്ടുവന്ന് വെച്ച് അതിന്റെ ബാറ്ററി പാക്ക് ബാക്കില് അങ്ങനെ ചെറിയ പരിപാടികളായിരുന്നു ചെയ്തോണ്ടിരുന്നല്ലേ? ഈ അൽത്താഫിനെ എടുത്തു വെച്ചോണ്ട് നടക്കില്ല ഫോട്ടോഷൂട്ട് മാത്രമായിരുന്നോ, അതോ സിനിമയിൽ ഇങ്ങനെ കുറെ നേരം തലയിൽ വെച്ചോണ്ട് നടക്കേണ്ടി വന്നിരുന്നോ? തലയിലല്ല, മേത്തോ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും? ഇല്ല, ഇത് എടുക്കുന്ന സീൻ പടത്തില് 1-2 ഉള്ളൂ. ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ത്രൂ ആയിട്ടൊന്നും ഇല്ല. ഇല്ല, നേരത്തെ ചോദിച്ചല്ലേ, അങ്ങനെ ഉണ്ട്, ഞാൻ വരില്ല. ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. സുബിൻ ടാർസൻ, നിങ്ങൾ ഇവിടെ എല്ലാരും വിളിച്ചുകൊണ്ടിരുന്നത് ടാർസനായിരുന്നോ, സുബിനായിരുന്നോ, ടുട്ടൂന്നായിരുന്നോ, എന്തായിരുന്നു? ടാർസൻ ആയിരുന്നോ? എന്താ അങ്ങനെ ഒരു പേര്? ഞാൻ പറയുന്ന അത് ശരിയാ, സത്യം കേട്ടോ. എന്നാലും ഒരു അതിനെ ഇത്രമാത്രം സ്നേഹിച്ചത് ആദ്യമായിട്ട് സുബിനായിരിക്കും അല്ലേ? സ്നേഹിച്ചതല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയപ്പോ എന്റെ പേരിന്റെ കൂടെ ഇനിഷ്യൽ എല്ലാം ഇട്ടപ്പോ ആ പേരിലൊക്കെ വേറെ അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് തുടങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് പേരിന്റെ കൂടെ ഇരട്ട പേരും കൂടെ ചേർത്ത്. അപ്പൊ അങ്ങനെ ഒരു പേരില്ല. പണ്ട് ഇത്ര മുടി ഉണ്ടായിരുന്നു, അപ്പം പേര് നന്നായി ചേരുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. ആണ് പ്ലൂട്ടോ എന്നുള്ളതാണ് നമ്മുടെ സിനിമ എന്നുള്ളതുകൊണ്ട് കുറച്ച് ഏലിയൻ ചോദ്യങ്ങൾ ചോദിക്കാതെ ഈ ഇന്റർവ്യൂ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അല്ലേ? നിങ്ങൾക്ക് ക്രിയേറ്റീവായി ഉത്തരങ്ങൾ പറയാനുള്ള കുറച്ച് ഏലിയൻ ചോദ്യങ്ങൾ ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഡയറക്ടറിൽ നിന്ന് തുടങ്ങാം. ഒരു ഏലിയൻ ബെസ്റ്റ് ഫ്രണ്ട് ആയാൽ ആദ്യം കാണിക്കുന്ന സിനിമ ഏതായിരിക്കും? മലയാള സിനിമ. വേഗം പറ 1 2 3 4 5 വേഗം പറ. പ്ലൂട്ടോ കാണിക്കാൻ. അതൊരു ക്രിയേറ്റീവായ ഉത്തരമായിരുന്നു, അതെന്നെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഓക്കെ, ഏലിയൻ നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കണ്ടീഷൻ എന്തായിരിക്കും?
നടക്കൂലെന്ന് പറയൂ. പക്ഷെ ഏലിയൻ ആണ്, നമുക്ക് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അങ്ങനെയൊക്കെ പറയും. നമ്മുടെ സമ്മതമില്ലാതെ കല്യാണം. നീരജ് വിഷമിക്കട്ടെ, വരികയാണ് നീരജിനുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് ആലോചിച്ചിട്ട് വിഷമമായിരുന്നു. അതല്ല, ഒരു ഏലിയനായിട്ട് ജീവിക്കാൻ സാധിച്ചാൽ ആദ്യ ദിവസം ഒറ്റൊരു ദിവസം ഉള്ളൂ, എന്ത് ചെയ്യും? ആദ്യം ആൾക്കാരെയൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ രസമായിരിക്കുമല്ലോ. ആ നല്ല രസം. മറ്റേ ജനലിൽ കൂടെ ഒക്കെ പോയി ഇങ്ങനെ. ഓ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. എന്റെ ഒരു ഫൺ എക്സ്പ്ലോർ ചെയ്യുമായിരിക്കും. ശരി, ഒരു ഏലിയനെ ഇന്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? എവിടുന്നാ വന്ന്, ബേസിക് ഡീറ്റെയിൽസ് ചോദിക്കും. ഇനി ഒരു ഏലിയൻ ഇങ്ങോട്ട് വന്നു, അയാളെ എത്രയും പെട്ടെന്ന് തിരിച്ചു വിടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന യൂട്യൂബ് വീഡിയോ ഏതാണ്? നിങ്ങളുടെ ഇന്റർവ്യൂ ഈ ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു ഉത്തരം കാണിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് പ്രഡിക്റ്റബിൾ ആയിരുന്നു അല്ലേ? എല്ലാവർക്കും ഒരുപോലെ ഉത്തരം അറിയാവുന്ന സാധനം ഒന്നും പറയരുത്. ഈ എന്റെ യൂട്യൂബ് ചാനൽ കാണിച്ചു കൊടുക്കും. ആണല്ലേ? അതൊരു നല്ല കാര്യമാണ്. ഈ ഏലിയൻ ആക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അൽത്താഫിന്റെ മനസ്സിലൂടെ കടന്നുപോയത് എന്തൊക്കെയായിരുന്നു? ഏലിയൻ ആണ്, പുതിയ സിനിമ, പുതിയ ഗെറ്റപ്പ്, പുതിയ രീതികൾ, എന്തൊക്കെയായിരുന്നു മനസ്സിലൂടെ കടന്നുപോയത്? ആദ്യം പേയ്മെന്റ് കടന്നുപോയി. അതിനുശേഷം എന്താണ് കടന്നുപോയത്? അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാരും അങ്ങനെയുള്ളൂ. പേയ്മെന്റ് കടന്നുപോകും. അത് കഴിഞ്ഞ് ഇത് പൊക്കിയാൽ പൊങ്ങോ എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ, അത് കടന്നുപോയി. പിന്നെ ഇതൊന്ന് വായിച്ചപ്പോ ഓക്കെയാണ്, ഹ്യൂമറാണ്. ആദ്യത്തെ കുറച്ച് ചലഞ്ച് പരിപാടികളേ ഉള്ളൂ, മാനസം പിടിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സേഫ് സോൺ ആണ്. അപ്പൊ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഈ ഫിസിക്കൽ ചലഞ്ചായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. ഫുൾ ടൈം ഈ സാധനം വെച്ചോണ്ട് നടക്കലല്ലേ? എത്ര ദിവസം അങ്ങനെ നടന്നു? 90 ദിവസോ? 70 something. അതിലൊരു വല്ലാതെ ഉപദ്രവിച്ചല്ലേ ഈ മനുഷ്യനെ, ഈ പാവം മനുഷ്യനെ. എല്ലാ സീനിലും എല്ലാ ഇല്ലേ? മരിച്ചു പോയ പുള്ളി. ക്ലൈമാക്സ് ഒരു 10-20 ദിവസം പുള്ളിയുടെ അടപ്പ് തെറിച്ചു. കാരണം ആ കോസ്റ്റ്യൂം റബ്ബറിന്റെ അത് ഇട്ട് കഴിഞ്ഞാൽ ചേട്ടന് പിന്നെ കാറ്റൊന്നും അകത്ത് കയറത്തില്ല. ഇനി എത്ര AC റൂമിൽ ഇരുന്നാലും കാറ്റ് കയറത്തില്ല. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധനം ഉണ്ട്, അതിൽ ഉയർക്കമുണ്ട്. അതുകൊണ്ട് ചുമ്മാ അങ്ങ് തുറന്നിട്ടിരിക്കാനും പറ്റത്തില്ല. പുള്ളിക്ക് ഷോക്ക് അടിക്കുന്നത് ചൂടും വരും. ഇതങ്ങനെ പൊട്ടിത്തെറിക്കും. അതിൽ ഏറ്റവും വലിയ ക്രൂരത അതല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ സ്യൂട്ട് മാറ്റി, TFX മാറ്റി, ഫുള്ള് മാറ്റി. എന്നിട്ട് ലാസ്റ്റ് കഴിഞ്ഞപ്പോ പറയാണ് ഇനി ഇതൊന്നും ടീഷർട്ട് ഇട്ട് വന്നാലും മതിയായിരുന്നു. അടിച്ചു കൊല്ലായിരുന്നില്ലേ അപ്പൊ? ആ സമയത്ത് സാങ്കേതിക വിദ്യ വളർന്നു വരുന്നുണ്ടായിരുന്നു, നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഒന്ന് വെച്ച് ഷൂട്ട് ചെയ്ത് മാറ്റിയല്ലേ? അതെന്തായിരുന്നു അത് പറയാൻ കാണിച്ചൊരു ധൈര്യം എങ്ങനെയായിരുന്നു ഡയറക്ടർ? എന്നിട്ട് അല്ല ചേട്ടാ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഷർട്ട് ഇട്ടാലും അഭിനയിച്ചാൽ മതിയായിരുന്നു എന്ന് പറയാൻ ചെന്ന ആ ഒരു ഏറ്റവും വലിയ ധൈര്യം പുള്ളി ഡയറക്ടറാണ്, പുള്ളിക്ക് മനസ്സിലാവുന്നുള്ളത്. നമ്മള് വേറെ ആരെയെങ്കിലും ഈ ഏലിയൻ ആക്കിയായിരുന്നെങ്കിലോ എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ ഏലിയൻ കഥ പറഞ്ഞപ്പോഴേ ആദ്യം മനസ്സിലേക്ക് വന്നു. ചോദിക്കണ്ട. അത് ആദ്യത്തേതും അവസാനത്തേതുമായി മനസ്സിൽ വന്ന ആള് അൽത്താഫായിരുന്നു. അൽത്താഫിനെ തലയിലെടുത്ത് വെക്കാനുള്ള യോഗം കൊടുക്കുന്നത് ആദ്യത്തേതും അവസാനത്തേതും നീരജ് മാധവായിരുന്നു. ചോദിക്കട്ടെ? അല്ലല്ല, നീരജിനോടല്ല, എങ്ങോട്ടാ പ്രശ്നമില്ല. തലയിലെടുത്ത് വെക്കാനുള്ള എന്താ ആ അവസരം കൊടുക്കുന്നത് നീരജിന് തന്നെ വേണമെന്നുള്ളതും വളരെ വ്യക്തമായി നേരത്തെ തീരുമാനിച്ചിരുന്നു. അതെന്തായിരുന്നു നീരജ് എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്താനുള്ള കാരണം? അതെ, ഡയറക്ടറേക്കാൾ മുന്നേ പിന്നെ ഇത് നമ്മൾ വായിക്കുന്ന സമയത്ത് പുള്ളിക്ക് പറ്റുന്ന എല്ലാ പരിപാടികളും ഇതിലുണ്ട്. ഹ്യൂമർ ആയാലും, ഫൈറ്റ് ആയാലും, ഡാൻസ് ആയാലും എല്ലാം നന്നായിട്ട് ചെയ്യാനുള്ള പരിപാടി മരുന്ന് പുള്ളിയുടെ ഉണ്ടല്ലോ. നീരജിന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് ആർഷയെ വിളിച്ചപ്പോ ആർഷയുടെ മനസ്സിലൂടെ കടന്നുപോയത് എന്തായിരുന്നു? സന്തോഷം, നല്ലൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടുന്നു, നല്ല റൊമാൻസ് ചെയ്യാൻ പറ്റുന്നു ആണ്. ഇതിലെല്ലാം കല്യാണം കഴിച്ചവരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കല്യാണം കഴിക്കാത്ത ആർഷയുടെ ചോദിക്കുക, ഒരു ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ആരും അതെ, അതാണ് ബോയ് ഫ്രണ്ട്. പിന്നെ ഫ്രണ്ട് ആയിരിക്കണം, നല്ല ഫ്രണ്ട്ഷിപ്പ്. നീരജ് ഇപ്പോഴാണ് ക്രിയേറ്റിവിറ്റിയിലേക്ക് വന്നു തുടങ്ങിയത്, ഇറങ്ങി തുടങ്ങിയത്. എത്തിയില്ലേ? ഇനി ഓക്കെ, ബോയ് ആയിരിക്കണം, ഫ്രണ്ട് ആയിരിക്കണം. പിന്നെ മൂന്നാമത്തെ ഒരു കണ്ടീഷനോടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ആർഷ കണ്ടീഷൻ പറയാം.
വേണ്ടായിരുന്നു. എന്നെ ഇഷ്ടപ്പെടാത്തവരെ അങ്ങോട്ട് പോയി ഇഷ്ടപ്പെടാൻ പറ്റില്ല. ആ ആണ്. ഇത്രയും വലിയ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെയാണ് ഈ സിനിമയ്ക്ക് വരുന്നത്, എന്നെ ഇതിലേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു മനസ്സിലൂടെ പോയത്? ലാസ്റ്റ് ചോദ്യം പ്ലൂട്ടോയെ കുറിച്ചുള്ള. ഷൂട്ടിനോട് അടുത്താ എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് ഇതുപോലെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ചെറുതായിരിക്കും, നമ്മളൊക്കെ ഇങ്ങനെ ആദ്യം തുടങ്ങുന്നല്ലേ ഉള്ളൂ. അതുപോലെ സുബിനെ നല്ല റോളാണ്, അത്യാവശ്യം ഒരു മെയിൻ ആയിട്ട് വരുന്ന ഒരു 5 ക്യാരക്ടേഴ്സിൽ ഒരു ക്യാരക്ടറാണെന്ന് പറയാം. അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ കഥ പറയുമ്പോഴത്തേക്ക് എന്റെ ക്യാരക്ടറുടെ പേര് ഈ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഉടനീളം ഉണ്ട് അവിടെ. ഇത്രയും ഉണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ആണല്ലേ? പിന്നെ ക്രൂ ഫുള്ള് കണ്ടപ്പോഴും എനിക്ക് സന്തോഷമായി. പക്ഷെ സുബിന് നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അതുപോലെ ഇങ്ങനെ വളവള എന്നെ പോലെ സംസാരിക്കുന്ന ഒരാളാണ്. വളരെ വളരെ മിതത്വമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ നന്നായിട്ട് സംസാരിക്കും, ഇങ്ങനെ പിടിച്ചു വെച്ച് സൈഡുകളെ ആണ്. പക്ഷെ വേണ്ട, അതിന് ഫ്രീ ആയിട്ട് വിടൂ, ഫ്രീ ആയിട്ട് വിടൂ കേട്ടോ. നീരജെ, ഒരു BMW കാറ് വാങ്ങിച്ചതിന്റെ ഒരു ഗുണം ഒരു ദോഷവും പറയാവോ? കാരണം നമ്മൾ എപ്പോഴും കാണുന്നു ആ യെല്ലോ കാറ്, അതിന്റെ ഒരു ഗുണം ഒരു ദോഷവും പറയാവോ? ഗുണം എല്ലാരും ശ്രദ്ധിക്കുന്നു. ദോഷവും അത് തന്നെ. ഗുണം എന്ന് പറഞ്ഞാൽ അത് BMW ആണ്. അതെ, അത് അതിൻ്റെതായിട്ടുള്ള യാത്രാസുഖം, ഡ്രൈവിംഗ് പ്ലഷർ ഒക്കെ ഉണ്ട്. ദോഷം നല്ല ഈ കനത്തിലുള്ള ചെലവാണ്. നല്ല EMI കൊടുക്കുന്നുണ്ടോ? EMIയും പെട്രോൾ ആയാലും മൈലേജ് ആയാലും അതേപോലെ അതിന്റെ സർവീസ് ഒക്കെ ഒരു വർഷം വരുമ്പോ. നീരജിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചാണോ, ഒരുപാട് പടമൊന്നും ഇപ്പൊ ചെയ്ത് കാണുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ്? കൂടുതൽ സെലക്റ്റീവ് ആവുന്നതുകൊണ്ടാണോ, ആളുകൾ വിളിക്കാത്തത് കൊണ്ടാണോ, പേയ്മെന്റ് പറ്റാത്തത് കൊണ്ടാണോ നാട്ടുകാർക്ക്? പ്രൊഡ്യൂസർക്ക് പേയ്മെന്റ് പൊങ്ങില്ലാത്തത് കൊണ്ടാണോ? എന്താണ് കാരണം? എനിക്ക് ഒരുപാട് പടങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. അപ്പൊ ഞാന് എക്സൈറ്റഡ് ആകുന്ന ഒരു പടം ഇങ്ങനെ തേടി കുറെ നാളിരിക്കും. അത് സംഭവിക്കാതിരിക്കുമ്പോ നമ്മൾ തന്നെ ഒരു പടം ഓണാക്കും. അതാണ് ഇപ്പൊ സംഭവിച്ചത് അല്ലേ? അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അപ്പൊ ഞാൻ സെലക്റ്റീവ് ആണ് എന്ന് വേണമെങ്കിൽ ഇന്ന വേ പറയാം. പിന്നെ അങ്ങനെ ഭയങ്കര ഗംഭീര സിനിമകളൊന്നും നമ്മുടെ അടുത്തേക്ക് വന്ന് പെട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ RDX ഒക്കെ പിന്നെ ആരുടെ അടുത്തേക്ക് വന്നത്? അത് കുറച്ചായില്ലേ. അത് കഴിഞ്ഞപ്പോ അതിന്റെ മുകളിലേക്ക് ഒരു പടം നമ്മൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പൊ അതൊന്നും സംഭവിച്ചില്ല. അത് പ്ലൂട്ടോയിലൂടെ സംഭവിക്കട്ടെ. അതെ, മോന് റെഡി ആയിട്ടിരിക്കണ ജനറൽ നോളജ്. ഓക്കെ, ചോദിക്കട്ടെ, റെഡിയല്ലേ? മോനെ പഠിപ്പിച്ചു കൊടുത്ത ഒരു നല്ല ശീലം എന്താണ് അച്ഛനെന്നുള്ള നിലയിൽ? നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ളൊരു ഏജിലോട്ട് എത്തിയിട്ടില്ല. അതൊക്കെ ഒരു 7 വയസ്സ് അതല്ലേ ആയിട്ടുള്ളൂ. 7 വയസ്സിൽ ശീലം പഠിപ്പിച്ചു കൊടുക്കാനായിട്ടില്ലേ? ഇവിടെ 10 മാസമുള്ള കൊച്ചിനാണ് എന്റെ വീട്ടുകാർ പറയുന്നത് നേരത്തെ ഉറക്കി പഠിപ്പിക്കണം, നേരത്തെ എഴുന്നേപ്പിക്കണം എന്നൊക്കെ. ഞാൻ ചെയ്താലല്ലേ എനിക്ക് കൊച്ചോ അതാ പറഞ്ഞത്, അവര് ബുദ്ധി ഉറക്കാൻ കുറച്ച് സമയം എടുക്കും. അത് വീട്ടുകാർ പറഞ്ഞ് മനസ്സിലായി. അതിന്റെ അമ്മ എന്നോട് പറയാ, ഈ കൊച്ചിന്റെ അമ്മയുടെ ഈ മെനകെട്ട ശീലമൊന്നും കൊച്ചിനെ പറഞ്ഞ് പഠിപ്പിക്കരുതെന്ന്. അതായത് 8 മണിക്ക് എഴുന്നേക്കുക, 2 മണിക്ക് ഉറങ്ങുക, അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന്. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞോട്ട് നമ്മളൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞ സ്വിച്ച് ഇട്ടിട്ട് ഉറങ്ങിയാൽ അത് നടപടിയാവുകയില്ല. അത് പറഞ്ഞിട്ട് നമ്മളൊരു ടൈം വെച്ചിട്ടുണ്ട്, അതില് ഉറങ്ങണം. ഇതൊരു ഫിലോസഫിക്കൽ ചോദ്യം ആയതുകൊണ്ട് ഞാൻ കുറച്ച് ക്രിയേറ്റീവായ മറ്റൊരു ചോദ്യം ചോദിക്കാം. അൽത്താഫിന്റെ സിനിമകളിൽ ഇതെന്താടാ, ഇത് അവിടെ തമാശ തീർന്നില്ലേ? നന്നായിട്ടുണ്ട്, അൽത്താഫിന്റെ സിനിമകളിൽ അൽത്താഫ് ഏറ്റവും ക്രിയേറ്റീവായി ചെയ്തിട്ടുള്ള ഒരു ഡാൻസ് സ്റ്റെപ്പ് ഏതാണ്? ഡാൻസ് സ്റ്റെപ്പോ? ഏറ്റവും ഈസി ആയിട്ട് ചെയ്തിട്ടുള്ളൂ. അത് ഈ പടത്തിൽ അത് എനിക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല. ഒന്നാമത് താളബോധമൊന്നും ഇല്ല. അതായത് ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ടാലും തെറ്റിക്കും. അപ്പോ ഇപ്പൊ ഇന്നസെന്റ് എന്ന് പറഞ്ഞ പടത്തിന് ഒരു പ്രൊമോ സോങ് വെച്ചു. അപ്പൊ എവിടുന്ന് മാസ്റ്ററൊക്കെ വന്നു, റിഹേഴ്സൽ എന്ന് പറഞ്ഞ് പോയി. ഒരു 30 സെക്കൻഡിൽ പുള്ളിക്ക് മനസ്സിലായി ഷൂട്ട് 5 ദിവസം പോകുന്നു. അപ്പൊ പ്രൊഡക്ഷനും എല്ലാവരുടെയും കൂട്ടായി തീരുമാനം എടുത്തു, നിങ്ങൾ കളിക്കണം, നോക്കി നിന്നാ മതി എന്നുള്ളത്. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല, ഒന്ന് ക്രിഞ്ചായിട്ട് വരും, അത് നിങ്ങക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് പോവാം, പിന്നെ സമയം കുറെ പോവും പറഞ്ഞിട്ട്. അത് കാരണം പിന്നെ എൻജോയ് ഉണ്ടല്ലോ, എന്തുകൊണ്ടും ചെയ്തോളും, തല കുത്തിന്നോളൂ, ഏറി കറങ്ങും. അപ്പൊ അങ്ങനത്തെ ഒരാളുള്ളപ്പോ നമുക്ക് ഒരു പ്രശ്നമില്ല അത്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തില്ല. അപ്പൊ ഒരു
ദിവസം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ പുള്ളി പറഞ്ഞ് കൊറിയോഗ്രാഫർ ഉണ്ടായില്ല, പുള്ളി പറഞ്ഞ് ഇങ്ങനത്തെ ഒരു സാധനം പുള്ളി എന്താ കാട്ടി, ഇത് ഈസിയാണ്, കാല് ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ. അപ്പൊ വെറുതെ പുള്ളി പറഞ്ഞു വിട്ട്, പുള്ളിയാണ് ഗുരു, പുള്ളി പറഞ്ഞു വിട്ട് ചെയ്തപ്പോ അത് കറക്റ്റ് ആയിട്ട് വന്ന്. ആണോ? അതെന്തായിരുന്നു ആ സ്റ്റെപ്പ്? ഞങ്ങളൊരു സ്റ്റെപ്പ് എന്തായിരുന്നു? അത് വീഡിയോയിലുണ്ട്. കുഴപ്പമില്ല, ഇന്ന് കാണിച്ചു തരും. ജസ്റ്റ് UFO മോഡ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പൊ അതിലൊരു മ്യൂസിക് ഡ്രോപ്പ് വരുന്നുണ്ട്. നമ്മൾ ഡാൻസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സ്പോട്ടിലെത്തിയപ്പോ ആദ്യം ചോദിച്ചു, ബ്രോ എന്തെങ്കിലും ഒരു സാധനം ഇടുമെന്ന് വെച്ചു. അപ്പം പുള്ളിക്കും ചെയ്യാൻ പറ്റുന്ന വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെറിയൊരു മൂവ്മെന്റ്, അത്ര സിമ്പിൾ അല്ല കേട്ടോ അത് ആക്ച്വലി. എന്തായിരുന്നു അത്? അതിപ്പോ പാട്ടിൽ ഇവിടെ ചെയ്യില്ല, ഒരു പുതുമയില്ല. അൽത്താഫ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും കാണിച്ചു കൊടുക്കണം, അതൊക്കെ മറന്നുപോയി. പുള്ളി പക്ഷെ സിമ്പിൾ ആയിട്ട് ചെയ്തത്. അപ്പൊ ഇത്ര പറയുന്ന അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇനിയുള്ള സിനിമകളില് അൽത്താഫിന് ഒരുപാട് ഡാൻസ് സ്റ്റെപ്പുകൾ ചെയ്യാനായിട്ട് സംവിധായകർ പിടിക്കട്ടെ. അർഷയ്ക്ക് ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും ഇഷ്ടം ആരോടാണ്? പെട്ടെന്ന് പറയണേ, ഈ ഇരിക്കുന്നവരെ ഏറ്റവും ഇഷ്ടം ആരോടാണ്? ഇവരാരും ഇഷ്ടല്ലേ? ഉള്ളതിൽ തന്നെയാണ് ഇഷ്ടം. അതല്ലേ? ഈ 4 പേരിലുള്ള ഒരു പേര് പറയണം. ഈ ഉള്ളതിൽ 4 പേര്, അതെ, ചേട്ടനാണ്. ഉള്ളതിൽ 4 പേരിൽ ഏറ്റവും ഭേദം ആരാണ്? അപ്പൊ ബാക്കിയുള്ളവർക്ക് വിഷമായിട്ടേടാ? ഇല്ല, കുത്തിത്തിരിപ്പ് ചോദ്യം. അതിനൊരു കുത്തിത്തിരിപ്പ് സപ്പോർട്ടിങ് ചോദിച്ചു. ഈ സിനിമ സെറ്റിൽ ആർഷ് ചെയ്ത ഒരു മണ്ടത്തരം എന്താണ്? ചോദ്യം തെറ്റാ. മണ്ടത്തരങ്ങളിൽ ഒന്ന് ഏതാണെന്നല്ലേ? ഡെയിലി ആയിട്ട് പറയണോ? അത് രാവിലത്തെ പറയണല്ലേ? അല്ല, ഞാൻ മണ്ടത്തിന് ചെയ്ത് ഇവരല്ലേ പറയണ്ട, എനിക്കറിയില്ലല്ലോ മണ്ടത്തരം. അത് കഴിഞ്ഞിട്ട് തിരിച്ചറിഞ്ഞപ്പോ ഇല്ല, അങ്ങനെ തിരിച്ചറിവൊന്നുമില്ല, തിരിച്ചറിവുകളൊന്നുമില്ല. ഇല്ല അല്ലേ? ഇവരോട് ചോദിക്കാം, ഇവർക്ക് എന്തെങ്കിലും അറിയെങ്കിലും. ഈ പെട്ടെന്ന് ആദ്യത്തിന് ഉത്തരം പറയും. ഹർഷ കുറച്ചുകൂടി റിയാക്ട് ചെയ്യുന്ന ആക്ടറാണല്ലോ സീനിലുള്ള. അപ്പൊ ഇപ്പൊ ഇവർ എല്ലാരും ഉള്ള സീനില് പുള്ളിക്കാരിക്ക് ഡയലോഗ് ഉണ്ടാവില്ല. അപ്പൊ കൗണ്ടറിൽ അത് നമ്മളും അപ്പൊ ശ്രദ്ധിക്കൂല. എഡിറ്റിംഗ് ടേബിളിൽ ഒന്നിരിക്കുമ്പോ ഇപ്പൊ നീരജ് ബ്രോ മാസ് ഡയലോഗ് പറയുന്ന സമയത്ത് ആ ഡയലോഗേ ഉള്ളൂ അതില്. അപ്പുറത്തേക്ക് ഒരാൾ ഇതിപ്പോ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അതെല്ലാം ഒരു ആക്ടർ അല്ലേ? അങ്ങനത്തെ അഭിനയം കൈയൊക്കെ പിടിച്ച സാധനം പറയുമ്പോ ഒരു ഗ്രൂപ്പാ, ഇരുന്നാ മതി. അതെല്ലാം ഒരു ആക്ടർ റിയാക്ട് ചെയ്യണ്ടേ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ? അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണത്. പിന്നെ അങ്ങനെ ഞാൻ ഹർഷയുടെ കൂടെയാണ് അതില്. അത് ഇത്രയും നല്ല പെർഫോമൻസ് ചെയ്യുമ്പോ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണല്ലോ. തീർച്ചയായിട്ടും വേണം. ആരെങ്കിലും പെർഫോമൻസും കൂടെ താന്നു പോകുന്ന താഴ്ന്നു പോയില്ല സീൻ അങ്ങ് സപ്പോർട്ടല്ലേ. നെക്സ്റ്റ് ടൈം അത്തരം റിയാക്ഷൻസ് നമുക്ക് ഒന്ന് ആലോചിച്ചിട്ട്. എന്റെ സീൻസ് കുറെ കളഞ്ഞു തോന്നുന്നു. റിയാക്ടിങ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹർഷ പ്രിവ്യൂ കാണാനിരിക്കുമ്പോ കരഞ്ഞു കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? ശരിയാ. ഓക്കെ, ടാർസൻ എന്ന പേര് അർത്ഥവത്തായി തോന്നിയത് എപ്പോഴാണ്? അർത്ഥവത്തായിട്ടൊന്നും തോന്നിയില്ല എനിക്ക്. പക്ഷെ എനിക്ക് ആ പേര് കൊണ്ട് കുറച്ചൊരു ശ്രദ്ധിക്കും. ടാർസനാ ഇപ്പൊ ഈ പേര് വെച്ചതിന് എനിക്ക് 3 ചോദ്യം വന്നു. അതാണ് ഇതിന്റെ ഒരു അർത്ഥവത്ത്. അതെ, അങ്ങനെയാണെങ്കിൽ അഭിനയിച്ചതിനെ പറ്റി ഒന്നുമില്ല. ഞങ്ങൾ എത്രയോ വർഷങ്ങളെ കണ്ടോണ്ടിരിക്കുന്നു ടാർസിന്റെ അഭിനയം, അതുകൊണ്ട് കുഴപ്പമില്ല. എന്താണ് അൽത്താഫിക്കയുടെ ഒരു ക്യൂട്ട്നെസ് പറയുക? അൽത്താഫിക്കയുടെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചോണ്ടിരിക്കണ ഭയങ്കര പോസിറ്റീവ്. അത് സത്യമായിട്ട് എനിക്ക് അൽത്താഫിനെ കാണുന്ന തന്നെ ഒരു പോസിറ്റിവിറ്റിയാ. സത്യമായിട്ട് ഞാൻ തമാശ പറഞ്ഞല്ല, പറഞ്ഞിട്ട് ഞാൻ ചുമച്ചതാ അല്ലേ? അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഭയങ്കര ക്യൂട്ട്നെസ്സും പോസിറ്റിവിറ്റി ഒക്കെ തോന്നിയ ഏതെങ്കിലും സന്ദർഭം വിവരിക്കാനുണ്ടോ? അത് നമ്മള് സംസാരിക്കുമ്പോഴെല്ലാം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും. ഭയങ്കര നല്ല തമാശയൊക്കെയാണ്. അപ്പൊ ഏതായാലും പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ ആളുകൾ എന്തുകൊണ്ട് സിനിമ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽത്താഫ് എന്ത് ഉത്തരം പറയും? ആദിയുടെയും ഇത് എഴുതിയ ഇവരുടെ ഒരു വിഷനാണ് ശരിക്കും. നമ്മളൊക്കെ അതിൽ സപ്പോർട്ട് ചെയ്യാൻ വന്ന കഥാപാത്രങ്ങളാണ്. നമ്മൾ ഒരു ഫൺ സൈഫൈ പടമാണെങ്കിൽ പോലും വളരെ ആത്മാർത്ഥയോടെ തന്നെയാണ് എല്ലാവരും അതിനെ അപ്രോച്ച് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കഷ്ടപ്പാട് അതിൽ എല്ലാവരും എടുത്തിട്ടുണ്ട്. മീൻസ് ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാവരും
ഒരു നോർമൽ രീതിയിൽ ടെംപ്ലേറ്റിൽ വരുന്ന ഫൺ സിനിമയാണെങ്കിൽ പോലും നോർമൽ രീതിയിൽ ടെംപ്ലേറ്റിൽ വരുന്ന സിനിമയല്ല. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു മാറ്റം ഫീൽ ചെയ്യും. പക്ഷെ അതൊരു എന്റർടൈനിങ് കൊമേഴ്ഷ്യൽ രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കും. കണ്ടാൽ എല്ലാവർക്കും സന്തോഷവും ഞങ്ങൾക്ക് സന്തോഷവും കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എല്ലാവരോടും ഒറ്റൊരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. അതായത് രണ്ട് ആർട്ടിസ്റ്റുകളുടെ പേര് പറയാം, അവർ തമ്മിലുള്ള സിമിലാരിറ്റി എന്താണ്, വ്യത്യാസം എന്താണ് എന്ന് വേഗം ഞാൻ പറയണേ. ആദ്യത്തിനോട് ആദ്യത്തെ ചോദ്യം, ബേസിൽ ആൻഡ് അൽത്താഫ്, ഇവർ തമ്മിലുള്ള സിമിലാരിറ്റി എന്താണ്, വ്യത്യാസം എന്താണ്? രണ്ടുപേരും ഡയറക്ടേഴ്സ് ആണ്, ആക്ടേഴ്സ് ആണ്. വ്യത്യാസം എന്താണ് അങ്ങനെയാണെങ്കിൽ? വ്യത്യാസമായിട്ട് അൽത്താഫ് കുറച്ചുകൂടെ സൈലന്റ് ക്യാരക്ടറാണ്, ബേസിലായിട്ട് കുറച്ചുകൂടി ടോക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ആണ്. ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഇവരെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാൻ ഓർമ്മയിലുണ്ടോ? അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്? ബേസിലായിട്ട് ഞാൻ ആദ്യം കാണുന്ന ഒരു മ്യൂസിക് വീഡിയോന്റെ, ഞാൻ എഴുതിയൊരു മ്യൂസിക് വീഡിയോ അഭിനയിച്ചിട്ടുണ്ട്. നമ്മള് ഭയങ്കരമായിട്ട് ലുക്കപ്പ് ചെയ്യുന്ന ഒരു ആളാണ്. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്, ഡയറക്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. പുള്ളി ഓൾറെഡി അങ്ങനെ പോകുന്ന ഒരാളാണ്. അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു എനിക്ക്. ആദ്യമായിട്ട് നമ്മൾ എഴുതിയൊരു സാധനം, ലോകേഷ് കിക്കിളിക്കണ്ടം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ലോക്കി, ഷോർട്ട് ആയിട്ട് നാളെയാണ് മംഗലം എന്ന് പറഞ്ഞൊരു മ്യൂസിക് വീഡിയോ. അപ്പൊ അത് ചെയ്യാൻ പുള്ളി വന്ന് നമ്മൾ എഴുതിയൊരു സാധനം പുള്ളി പെർഫോം ചെയ്യുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അൽത്താഫ് ഈ പറഞ്ഞ പോലെ അൽത്താഫ് എനിക്ക് പരിചയമേ ഇല്ല. എന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞ പോലെ ഡയറക്ടറാണ്, ആക്ടറാണ്. സോ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരോട് അവരെങ്ങനെയാണ് അവരുടെ മോഡസ് ഓപ്പറൻഡി എനിക്ക് ഇഷ്ടമാണ്, എങ്ങനെയാണ് അവർ ഡീൽ ചെയ്യുന്നത്. സോ അത് കുറെ പഠിക്കാൻ പറ്റി. അൽത്താഫിനോട് നീരജ് മാധവ് ആൻഡ് നിവിൻ പോളി, ഫസ്റ്റ് എന്താണ് സിമിലാരിറ്റി പറഞ്ഞാൽ മതി. എനിക്ക് അൽത്താഫിനെ ഭയങ്കര ഇഷ്ടം എന്താണ്, എന്റെ ക്വസ്റ്റ്യൻസിനെയൊക്കെ എന്ത് സീരിയസ് ആയിട്ട് എടുത്താലും രണ്ടുപേരും ഈ പറഞ്ഞിട്ട് നല്ല ആക്ടേഴ്സ് ആണ്. പരിപാടി ഹ്യൂമർ പരിപാടി എല്ലാ കൈൻഡ് ഓഫ് ഇതും കൈകാര്യം ചെയ്യും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീരജിന് ഡാൻസ് കളിക്കാൻ അറിയാം, പാട്ടോടെ അറിയാം. നിവിന് കുറച്ച് ടൈം എടുക്കും. ആണ്. നീരജ് മാധവിനുള്ള ആൾക്കാരെന്ന് പറയുന്നത് അജു വർഗീസ് ആൻഡ് അൽത്താഫ്. ഇവര് തമ്മില് സിമിലാരിറ്റി എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ആ ശരിയാട്ടോ, എനിക്കും കിട്ടുന്നില്ല. ഭയങ്കര രണ്ട് ഡിഫറെന്റ് മനുഷ്യന്മാരാണ്. പിന്നെ ഡിഫറൻസ് എന്ന് പറയുമ്പോ അജുവേട്ടനെ എനിക്കൊന്ന് അജുവേട്ടനും പുള്ളി വരെ ഏജ് ആണെങ്കിലും അജുവേട്ടനെ എനിക്ക് ആദ്യം മുതലേ ചേട്ടാന്ന് പറയാം. നേരത്തെ ഏതൊരു ഇന്റർവ്യൂ പ്രായമൊക്കെ പറഞ്ഞിരുന്നല്ലോ, അത് ഇതില് തന്നെയാ. അപ്പൊ ആ ചേട്ടാന്നുള്ളൊരു സാധനം കിടപ്പുണ്ട് പുള്ളിയായിട്ട്. അജു ചേട്ടനായിട്ട്. അൽത്താഫിനെ ഞാൻ പക്ഷെ എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നിയിട്ടില്ല. എടാ പൊടാ ബന്ധമാണ്. ആ പുള്ളി കണ്ട പ്രായം തോന്നില്ലെന്നേ. സത്യം കേട്ടോ, പ്രായം പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. ശരിക്കും ഞെട്ടാനുള്ള പ്രായമുണ്ടോ? അങ്ങനെയൊന്നും പ്രായമല്ല. ഞാൻ ആക്ച്വലി ഞെട്ടി മനുഷ്യന്. അപ്പൊ ഞാൻ ചേട്ടാന്ന് വിളിക്കണമെന്ന് വെച്ചു. അപ്പൊ ചുമ്മാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രായം പറയട്ടെ, ശരിയാണോന്ന് അറിയോ? ഞാൻ 3 ഓപ്ഷൻ തരാം, ശരിയാണോന്ന് അറിയോ? പറയാം. 55, 58, 60. എന്താണ് അതിലൊരു 5 വയസ്സ് അങ്ങനല്ല. എനിക്ക് പിന്നെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിലോട്ട് പോവാം, നമുക്ക് വ്യത്യാസങ്ങളിലോട്ട് പോവാം. അതെ അതെ അതെ. അജുവേട്ടന് ഇങ്ങനെയാണ് ഇരിക്കണം, ഭയങ്കര ഡിഫറൻസ്. നിർത്തിയാൽ തന്നെ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും, വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലെ? അതുകൊണ്ട് അജുവേട്ടൻ ഒരു പുതിയ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ടുണ്ട്. എവിടേക്ക് ഇറങ്ങിയാലും കറുത്തുടുപ്പിടുള്ളൂ, ഫുൾ കറുപ്പിലാണ്. സൈഡിൽ ഇങ്ങനെ വെക്കും ഫോട്ടോയിൽ, ഇങ്ങനെ അത് കാര്യമൊന്നുമില്ല, വയറിങ്ങനെ തന്നെ വെക്കും. ഓക്കെ, ഇനി അങ്ങോട്ട് നിനക്കുള്ള ആൾക്കാർ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് അൽത്താഫ് ആൻഡ് നീരജ്. സിമിലാരിറ്റി ആണ്. അതെ അതെ, സിമിലാരിറ്റി. എന്നെ കുറിച്ച് എന്താ പറയണെന്ന് ഭയങ്കര ഉത്കണ്ഠയോട് കൂടി നോക്കി നിൽക്കുന്ന നീരജ് മാധവ്. രണ്ടുപേരും അഭിനയിക്കൂല, തകർന്നു പോവില്ല. വളരെ മോശം ഡിഫറൻസ് പറയാം, അല്ല സിമിലാരിറ്റി പറയാം. വിശന്നിട്ട് വയ്യ. ഇവർ രണ്ടുപേരും ആക്ടിങ്ങിനെ പറ്റി കോമഡി ആക്ടിങ് ഡിഫറൻസ് ആയിട്ട് ചെയ്യണം. ഇതൊക്കെ ആദ്യം ചോദിച്ചൂടെ? ഹ്യൂമർ സോണിൽ ആക്ടീവ് കോമഡി ചെയ്യാറുണ്ട്, അത് സിമിലാരിറ്റി. പിന്നെ ഡിഫറൻസ് പറയാനായിട്ട്
എന്തെങ്കിലും പറ, ഞാൻ ഞങ്ങൾ ഒരുപോലെ അവസാനിപ്പിക്കേ. അറിയില്ല. ക്യാമറമാനൊക്കെ തലറിഞ്ഞ് ഫോക്കസ് ഒക്കെ പോണു, വേഗം പറ. ഡിഫറൻസ് ഡിഫറൻസ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് ഇന്ന് ഞാൻ അൽത്താഫിന്റെ വീട്ടിൽ ഞാൻ അൽത്താഫിന്റെ വീട്ടിലോട്ട് പോകും. അല്ല, ഇവര് എല്ലാവർക്കും അവരവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അതിന്റെ ആൻസർ അതാണ് ഡിഫറൻസ്. എടാ നീ എന്താടാ കഴിച്ചേ? ഞാൻ ഒന്നും കഴിച്ചില്ല, ഞാൻ മൊത്തത്തോടെ കറങ്ങിയിരിക്കുക. അതിന്റെ ആണല്ലേ, ചെറിയൊരു ഇതുണ്ട്, പ്രശ്നമുണ്ടല്ലേ, മാറി മാറി പോകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് വളരെ വെറൈറ്റി ആയിട്ടുള്ള രണ്ടുപേര് പറയാം. യൂട്യൂബ് ആൻഡ് സിനിമ ഡിഫറൻസ് പറയാം. യൂട്യൂബിലെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഷോർട്സ് ആണ് എടുക്കണമെങ്കിൽ നമ്മൾ അഭിനയിക്കുന്നതൊക്കെ ഭയങ്കര സ്പീഡിന്, അതായത് 1 മിനിറ്റ് കൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചറപറ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണം, എല്ലാം ഓവർ ആക്ട് ചെയ്യണം. സിനിമയിൽ ഇതിന്റെ ഒരു 0.5 മതി, അത്രയും വേണ്ട, ചെറുതായിട്ട് ചെയ്താൽ മതി. അത് ഇനി സിമിലാരിറ്റിയോ പെട്ടെന്ന് പറയാൻ പറ്റിയ രണ്ടും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന മേഖലയല്ലേ. അത് കറക്റ്റ് ആണ്. എനിക്ക് ആൻസർ കിട്ടി. ഓ മൈ ഗോഡ്. ഇവരുടെ സിമിലാരിറ്റി എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേർക്കും പല പല, ഇപ്പൊ അൽത്തഫേട്ടൻ ഡയറക്ട് ചെയ്യും, ആക്ട് ചെയ്യും, നീരജനും അതുപോലെ അല്ലേ, പാട്ട് പാടും, ഡാൻസ്. ഒരാള് ഡയറക്റ്റ് ചെയ്യും, ആക്ട് ചെയ്യും, മറ്റേയാൾ അതുപോലെ പാട്ട് പാടും. പല പല കാര്യങ്ങളുണ്ട്. ലൈക് സകലകല വല്ലഭൻ പറയില്ല, അങ്ങനെയാണ്. സിമിലാരിറ്റി ആണോ ഡിഫറൻസ് ആണോ? നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ ശരി, ക്വസ്റ്റ്യൻ നമുക്ക് ചൂസ് ചെയ്യാം. ഡിഫറൻസ് എന്ന് പറയുന്നത് അത് തന്നെ. ഒന്നില്ലേ നീ മരുന്ന് കൂടുതൽ കഴിച്ചു, അല്ലെ നീ കഴിച്ചിട്ടില്ല. സിമിലാരിറ്റി അല്ല, താക്കോലിപ്പോ എവിടെയാണ്? മരുന്ന് തപ്പി അവിടെ തന്നെ. കഴിഞ്ഞു. ഡിഫറൻസ്, പുള്ളി പാട്ട് പാടും, പുള്ളി പാട്ട് പാടില്ല. ഇത്തിരി ചോറും പരിപ്പറിയും അച്ചാറൊക്കെ കൂട്ടി കഴിക്കുമ്പോ മറക്കും. അപ്പൊ ഏതായാലും ജൂലൈ 30 പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമ ഈ പറഞ്ഞ പോലെ ഒരു സൈഫൈ ഹ്യൂമറസ് പടമായിട്ട് എല്ലാവരും അംഗീകരിക്കട്ടെ, പ്രേക്ഷകർക്ക് തിയേറ്ററിൽ പോയി കാണട്ടെ, കുടുംബ പ്രേക്ഷകരും യുവാക്കളും എല്ലാം തിയേറ്ററുകളിലേക്ക് ഒരുപോലെ എത്തട്ടെ. വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ ഒരു ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Krishna Leela, Joy Alucas, world's favorite jeweler.